നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയാലോ. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് പത്തിരിയുടെ മാവെടുത്തു കുഴച്ചു. അത് ചെറിയ ചെറിയ കുഞ്ഞുരുളകളാക്കി പരത്തി. എൻ്റെ മോനാണെങ്കിലോ അതിൻ്റെ ഇടയിൽ പച്ചമാവ് തിന്ന് തിരക്കിലാണേ. ഒരു പച്ചമാവ് ഇങ്ങനെ പെറുക്കി തിന്നാൻ നല്ല ഇഷ്ടമാണ്. അപ്പം പച്ചമാവ് ഇങ്ങനെ പെറുക്കി തിന്നാണ്. അപ്പോൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി. അത് നമ്മൾ ആവിത്തട്ടിലേക്ക് മാറ്റുകയാണ്. വാഴൻ്റെ ഇല വെച്ചു. അത് കുഞ്ഞിപ്പത്തിരി നമ്മൾ ആവിത്തട്ടിലേക്ക് ഇട്ടു. ആവിത്തട്ടിലേക്കിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. എനിക്കതുകൊണ്ട് നല്ല മടിയാണ്. ഉമ്മ കുഞ്ഞിപ്പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചവിട്ടി പിടിച്ചു. പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല. മക കുഞ്ഞിപ്പത്തിരി തിന്നാൻ വല്ലാത്തൊരു പൂതി. പിന്നെ നമ്മളങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. കുഞ്ഞിപ്പത്തിരി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചത്. ചിക്കൻ കറി തേങ്ങ അരച്ച് വെച്ചു. തേങ്ങ അരച്ച ചിക്കൻ കറി നമ്മൾ ആ കുഞ്ഞിപ്പത്തിരി ഒരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ ആ തേങ്ങ അരച്ച ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു. ആ ചിക്കൻ കറി അതിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരും. അതിങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ആ കുഞ്ഞിപ്പത്തിരി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഉണ്ടാക്കാൻ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടിയാണ്. എന്തായാലും കുഞ്ഞിപ്പത്തിരി അങ്ങ് സെറ്റാക്കി. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. എന്നാലും നല്ല ടേസ്റ്റ്.